നമസ്കാരം. അവിചാരിതമായിട്ടുള്ള ധനനഷ്ടം നിങ്ങളെ അലട്ടുന്നുവോ? നമുക്ക് ഈ സ്തോത്രം ജപിക്കാം. അവിചാരിതമായിട്ട് പണം, കയ്യിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടു, പെട്ടെന്ന് നമ്മൾ സാമ്പത്തിക ബാധ്യതയിലേക്ക്, സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥ വരുന്നു. നമുക്ക് ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ സ്തോത്ര ഉപാസന കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു അവിചാരിതമായിട്ടുള്ള ധനനഷ്ടത്തെ നമുക്ക് നിരന്തരമായിട്ട് ഒഴിവാക്കാനാകും. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് നമുക്കറിയാം. മഹാലക്ഷ്മി ദേവിയെ നിത്യവും നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കുകയും മാറുകയൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. മഹാലക്ഷ്മി സ്തോത്രം നമ്മൾ നിത്യവും ഭയഭക്തിയോടുകൂടി 108 ഉരുവോ 336 ഉരുവോ 1008 ഉരുവോ ഒക്കെ ജപിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉറപ്പാണ്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ എന്നുള്ളതാണ് മഹാലക്ഷ്മി മന്ത്രം. ഈ മന്ത്രം നമ്മുടെ അവിചാരിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തിവെച്ച് ഒരു മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം, ഏതെങ്കിലും ഒരു ചെറിയ ചിത്രം വാങ്ങിയിട്ട്, ഇപ്പം മഹാലക്ഷ്മിയുടെ ഒരുപാട് കൊച്ചു 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 രൂപങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത് വാങ്ങി വെച്ചിട്ട് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന്, അല്ലെങ്കിൽ 2 നേരവും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ഈ പറയുന്ന മഹാലക്ഷ്മി മന്ത്രം നിരന്തരമായിട്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ, അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 108 ഉരു നിങ്ങൾ നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഭയഭക്തിയോടുകൂടി ജപമാല പിടിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ, ഈ സ്തോത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിചാരിതമായിട്ടുള്ള ധനനഷ്ടങ്ങളും നമുക്ക് ധനത്തിലുണ്ടാവുന്ന ആ ബ്ലോക്കുകളൊക്കെ മാറി നമ്മളിലേക്ക് ധനം വരാനുള്ള വഴികളൊക്കെ തുറന്നു വരികയും ധനനഷ്ടം ഒഴിവാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് കൊണ്ടും മഹാലക്ഷ്മിയെ നമ്മൾ നിരന്തരമായിട്ട് ഉപാസിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കാറുണ്ട്.